2 വയസ്സുകാരിയെ കാണാതായ കേസിൽ ഇപ്പോൾ കുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നാണ് അറിയുന്നത്. ഇപ്പോൾ രാവിലെ കുട്ടിയുടെ മാതാപിതാക്കൾ അടക്കം വലിയൊരു പ്രതിഷേധം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, കുട്ടിയെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. രജനി, കുട്ടിയുടെ സംരക്ഷണം CWC ഏറ്റെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി തന്നെ മാധ്യമങ്ങളോട് അറിയിച്ചതായിരുന്നു. അതേ തുടർന്നായിരുന്നു ഇന്ന് ഇപ്പോൾ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് കുട്ടിയെ ശിശുക്ഷേമ സമിതിയിലേക്ക് മാറ്റുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. കുട്ടിയെ പൂജപ്പുര കറക്ഷൻ ഹോമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ ഈ കുട്ടി സംസാരിക്കുന്ന പ്രാദേശിക ഭാഷ സംസാരിക്കുന്ന കൗൺസിലർമാർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ കൊണ്ടുപോയി കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയ ശേഷമായിരിക്കും കുട്ടിയെ CWCയിലേക്ക് മാറ്റുക. കുട്ടിയെ വിട്ടുകിട്ടണമെന്ന ആവശ്യമായി മാതാപിതാക്കൾ രാവിലെ സൂപ്രണ്ടിനോട് അറിയിച്ചതായിട്ട്, അല്ലെങ്കിൽ സൂപ്രണ്ടിനോട് പറഞ്ഞത് കുട്ടിയെ വിട്ടുകിട്ടണമെന്ന് പലതവണ സൂപ്രണ്ടിനോട് അറിയിച്ചത്. പക്ഷെ ഈ കുട്ടിയെ കാണാതായി 3 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ആരാണ് കുട്ടി എടുത്തുകൊണ്ട് പോയത്, കുട്ടിയെ കാണാതായ 20 മണിക്കൂറുകൾ എവിടെയായിരുന്നു തുടങ്ങിയ കാര്യത്തിലൊന്നും വ്യക്തത വന്നിട്ടില്ല. ആ കാര്യങ്ങളൊന്നും അന്വേഷിച്ചതുവരെ കണ്ടെത്തിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രതിസന്ധി മുന്നിൽ നിൽക്കുമ്പോൾ കുട്ടിയെ ഈ സമയം വിട്ടു നൽകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ മാതാപിതാക്കൾ അറിയിച്ചത് എത്രയും പെട്ടെന്ന് കുട്ടിയെ വിട്ടുകിട്ടുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും ഹൈദരാബാദിലേക്ക് മാറും എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറിപ്പോകാനായിരിക്കണം ഇത്തരത്തിൽ മാതാപിതാക്കൾ കുട്ടിയെ വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി നിൽക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ കുട്ടി പൂർണ്ണ ആരോഗ്യവതിയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കുട്ടിയെ CWCയിലോട്ട് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് മുന്നോടിയായി കൗൺസിലിംഗ് നൽകണം. നിലവിൽ ഇപ്പോൾ കുട്ടിയെ കറക്ഷൻ ഹോമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടുത്തെ കൗൺസിലർമാരുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കും കുട്ടിയെ CWCയിലേക്ക് കൊണ്ടുവരിക. തുടർന്നുള്ള നടപടിക്രമങ്ങൾ കുട്ടി അവിടെ എത്തിച്ചതിന് ശേഷമായിരിക്കും മാതാപിതാക്കളോട് കൂടി സംസാരിച്ചതിന് ശേഷം മാത്രമേ ഉചിതമായ തീരുമാനമെടുക്കുകയുള്ളൂ. ഒരുപക്ഷെ കുട്ടിയുടെ മാതാപിതാക്കളും ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ പക്ഷേ ഈ കേസ് ഇവിടെ തന്നെ നിന്നു പോകും. കുട്ടിക്ക് കാണാതായ 20 മണിക്കൂറുകൾ എന്താണ് സംഭവിച്ചത് എന്ന് ഒരുപക്ഷെ കണ്ടെത്താനാവാതെ വരും. ആ ഒരു സാഹചര്യം തന്നെയാണ് കുട്ടിയെ ഇവിടെ കേരളത്തിൽ തന്നെ തുടരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രജനി.